സ്റ്റിമുലേറ്റ് ഡി ക്യാപ്സ്യൂൾ നമ്മുടെ സൈനോട്രയിലുള്ള അതായത് പേസസിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആക്ഷൻ ആണ് അത് തരുന്നത്. ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഇന്ന അസുഖത്തിന് വേണ്ടി മാത്രം എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, മറിച്ച് സ്റ്റിമുലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഡയബറ്റിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഡയബറ്റിക്കിനെ മാത്രമല്ല അത് സപ്പോർട്ട് ചെയ്യുന്നത്, കൂടാതെ വേറെയും ഒരുപാട് ബെനിഫിറ്റുകൾ അതിനുണ്ട്. അതിൽ ഇൻഗ്രീഡിയൻസ് അങ്ങനെയുള്ളതാണ്. അതായത് ബോഡിയെ ഒരു അസുഖം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിലുള്ള ഓവറോൾ വെൽബീയിങ് ആണ് സൈനോട്ര പ്രൊഡക്റ്റുകളെല്ലാം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഓവറോൾ ആയിട്ടുള്ള വെൽബീയിങ് തരികയാണ് നമ്മുടെ സ്റ്റിമുലേറ്റ് ഡി ചെയ്യുന്നത്. സ്റ്റിമുലേറ്റ് ഡിയിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡയബറ്റിക്കിന് സപ്പോർട്ട്, പാൻക്രിയാസ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് ഇൻസുലിന്റെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ പ്രവർത്തനം, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിനെ അതിന്റെ കറക്റ്റ് രീതിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് സെക്ഷുവലി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളും, അതുകൂടാതെ എനർജി വളരെ ലോ ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഡയബറ്റിക് രോഗികൾ പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിന് രണ്ടിനും നമ്മുടെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുക എന്ന ഒരു ഉദ്ദേശമാണ് സ്റ്റിമുലേറ്റ് ഡി ക്യാപ്സ്യൂളിനുള്ളത്.